ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അനേകായിരം ആലിമീങ്ങളെ വളർത്തി, അനേകായിരം യത്തീമുകളെ പോറ്റി. ഉസ്താദ് വളർത്തിയ ഏറ്റവും വലിയ യത്തീം കുട്ടി ആരാണ്? ഉസ്താദ് വളർത്തിയ ഏറ്റവും വലിയ മുസ്ലിയാർ കുട്ടി ആരാണ്? അത് കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാരാണ്. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. കുട്ടിയാണ്, യത്തീമാണ്, നിസ്സഹായനാണ്. ബാപ്പ മരിച്ചുപോയ പാവം വയനാട്ടുകാരൻ ഉമ്മയോടൊപ്പം കൊടുവള്ളിയിൽ താമസിക്കുകയാണ്. പള്ളിയിൽ മുതല്ലിമീങ്ങൾക്ക് കഞ്ഞി വെക്കാൻ പോകുന്ന ഈ പയ്യൻ അടുപ്പിൽ ഊതാണ്. ആ മുതല്ലിമിനെ ഓതാൻ കൊണ്ടുപോയി പെട്ടി വാങ്ങിച്ചു കൊടുത്തു, കിതാബ് വാങ്ങിച്ചു കൊടുത്തു, തലപ്പാവും കുപ്പായവും മുണ്ടും വാങ്ങിക്കൊടുത്തു. ആ കുട്ടിക്ക് പ്രസംഗം പഠിപ്പിച്ചു കൊടുത്തു, കിതാബ് ചൊല്ലിക്കൊടുത്തു. സമയമായപ്പോൾ വീട്ടിലേക്ക് കൂട്ടി. റമദാൻ കാലത്തും മുഴുവനും ഓത്താണ്. സമയമായപ്പോ വെല്ലൂരിലേക്ക് പറഞ്ഞയച്ചു. 2 കൊല്ലം പഠിച്ചു. റാങ്ക് ഹോൾഡർ. കോഴിക്കോട്ട് തീവണ്ടി ഇറങ്ങിയപ്പോൾ ഉസ്താദ് പോയി ശിഷ്യനെ കെട്ടിപ്പിടിച്ചു. ആ ശിഷ്യനെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഇപ്പൊ ഒരു പണ്ഡിതനാണ്, ആലിമാൻ, ചെറുപ്പക്കാരനാണ്. പിറന്ന വീട്ടിൽ, പിറന്ന നാട്ടിൽ ആ ചെറുപ്പക്കാരൻ തലപ്പൊക്കമുള്ളൊരു ആലിമാൻ. നാട്ടിലെ കോടീശ്വരനെ അവേലത്തു തങ്ങളും AP ഉസ്താദും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മോളെ കെട്ടിച്ചു കൊടുക്കണം. ആ കോടീശ്വരൻ പറഞ്ഞു, ഓക്കേ. ബഹുമാനപ്പെട്ട കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അവിടത്തേക്ക് ദറജകൾ ഏറ്റിക്കൊടുക്കട്ടെ. ഞാൻ പോറ്റിയെടുത്തൊരു മുത്തല്ലിം എന്നെപ്പോലെ സമസ്ത സെക്രട്ടറിയായിട്ട് 35 കൊല്ലം, ഞാൻ പോറ്റിയൊരു യത്തീം കുട്ടി എന്നെപ്പോലെ സമസ്ത സെക്രട്ടറിയായി ഒരു 35 കൊല്ലം. ആ വഴികൾ കൃത്യമാണ്, ആ ലക്ഷ്യം വളരെ പാവനമാണ്. യോഗിയായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, മർക്കസിലെ ഉസ്താദുമാര് ഒന്ന് CM വലിയുള്ളാന്റെ അടുക്ക പോയിട്ട് ദ്വാരക്കണം. ചെറിയ AP ഉസ്താദ് ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് CM വലിയുള്ളാന്റെ മഖാമിൽ ചെന്നു. ഞങ്ങൾ യശാവി ജമാഅത്തിൽ പങ്കുകൊണ്ടു. ചെറിയ AP ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇവരോടൊന്ന് സംസാരിച്ചു നോക്ക്, നമുക്ക് സിയാറത്തിനൊരു റാഹത്തുള്ള സൗകര്യം. ഞാൻ ഭാരവാഹികളോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു, പതിവ് പോലൊരു യാസീനും ഒരു ദുഴയും ഇവിടെ ഉണ്ട്, നിങ്ങൾ വിത്രിക്കരിച്ചോളി, അത് അപ്പോൾക്ക് തീരും. ഞങ്ങൾ വിത്ര നിസ്കരിച്ചു. ബഹുമാനപ്പെട്ട ചെറിയ AP ഉസ്താദ് ആ നിസ്കാരത്തിനിടയിലും ഒന്ന് തളർന്നു വീണപ്പോ അതെ ഒരു മുതല്ലിമ് പിടിച്ച് എഴുന്നേൽപ്പിച്ചത് ഞാൻ ഓർക്ക്. പിന്നെ ആ യാസീനൊക്കെ വേഗം കഴിഞ്ഞ് ഞങ്ങൾ യാസീൻ ഉറങ്ങി. ആ മഖാമിന്റെ ഉത്തരവാദപ്പെട്ട അവകാശികൾ 3-4 പേര് വാതിൽ തുറന്നു. ചെറിയ AP ഉസ്താദ്, വില്ലാപ്പള്ളി ഉസ്താദ്, സീഫൈസി ഉസ്താദ് ഉള്ളിലേക്ക്, ഞാൻ വെളിയിൽ നിന്നു. ഈ ആളുകളും ഉസ്താദും യാസീനോദി. ആദ്യം 2 വാക്ക് ഇലാഹറത്തിയൊക്കെ അറബിയിൽ വരുന്നു. പിന്നെ ചെറിയ AP ഉസ്താദ് പച്ച മലയാളത്തിലേക്ക്, മണ്ണിന്റെ ഭാഷയിലേക്ക് മാറി. മഹാനവറുകൾ പറഞ്ഞു, അല്ലാ, ഞാനൊക്കെ ഇങ്ങനെ എണീച്ച് നടന്നിട്ട് ആർക്കാണ് പടച്ചോനെ ഉപകാരം? എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? ഞങ്ങൾ ആയുസ് കൂടി എടുത്തിട്ട് വലിയ ഉസ്താദിന് കൊടുക്കണം അല്ലാ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുമ്പോൾ കണ്ണീരോടെ പലരും ആമീൻ പറഞ്ഞു. എല്ലാവരും തിരിച്ചുപോയി. കൃത്യമൊരു മാസം കഴിഞ്ഞപ്പോ ആ മഖാമിന്റെ ഉത്തരവാദപ്പെട്ട ചിലര് എന്നോട് പറയാണ്, വല്ലാത്തൊരു മൊയ്ലിയാരിട്ടോ, നല്ല ഉഷാറിൽ ഇങ്ങോട്ട് വന്ന ആ മൊയ്ലിയാര് നല്ല റാഹത്തിൽ ദ്വാരുന്നപ്പോ മൂപ്പര് പറഞ്ഞ വാക്കുകൾ, മൂപ്പര് പിറ്റേന്ന് നേരെ ആശുപത്രിയിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോ മയ്യത്തായി കയറി വന്നു മൂപ്പരേൽ. 1.5 മാസം ആശുപത്രിയിൽ ചെലവഴിച്ച വലിയ മൊയ്ലിയാര് റാഹത്തായി വീട്ടിലേക്കും പോയി. ദ്വാക്കുത്തരമുള്ള മനുഷ്യന്മാർ, സ്നേഹം കൊണ്ട് കടല് തീർക്കണ ശിഷ്യന്മാർ. ഇൽമ് എന്താണ്? പൊരുത്തം എന്താണ്? സ്നേഹം എന്താണ്?
എന്ന് കാണിച്ചു തന്ന പുണ്യജീവിതങ്ങൾ. മഹാന്മാരെ ചരിത്രം പറഞ്ഞാൽ തീരൂല. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്.